ഹലോ, ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ്? ഇത് നമ്മൾ ചെറുത് മുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് തരും. അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? ആ ചോദ്യം ചോദിക്കുന്ന ആൾ തരുന്ന ഓപ്ഷൻസിലൊന്നും നമ്മൾ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ തെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പണ്ട് മുതലെയുള്ള നമ്മുടെ വിശ്വാസങ്ങളുടെ പുറത്താണ് നമ്മളിന്നും ജീവിച്ചു വരുന്നത്. പക്ഷേ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആരെയാണ്? നമ്മളെ തന്നെ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ അച്ഛനും അമ്മയും പാർട്ട്ണറും മക്കളും ഒക്കെ ഉള്ളൊരു ഫോട്ടോയിൽ നമ്മൾ ആദ്യം സൂം ചെയ്ത് നോക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. നമ്മളെപ്പോഴും ബെറ്ററായിട്ടിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കുന്ന ഇന്നും പലർക്കും ഭയങ്കര മടിയാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് ശരിക്കും സ്നേഹിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഉള്ള സാധനമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കെയർ ചെയ്താലല്ലേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെയല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും കെയർ ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും രാവിലെ നിങ്ങളുടെ മുഖം തന്നെ കണ്ണാടിയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ എന്നില്ലാന്നുണ്ടെങ്കിൽ പറ്റണം. നമുക്ക് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കെയർ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ സ്നേഹിക്കും, കെയർ ചെയ്യുക, സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുള്ളൂ. പലപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോസിലും റീൽസിലും ബുക്കിലും ഒക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുതെന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് സ്ക്രോൾ ചെയ്ത് വിടാനായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെയിലി പറയുന്ന എന്നോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ കുറേ അങ്ങനെ സ്നേഹത്തിൻ്റെ പേരിലും കെയറിൻ്റെ പേരിലും സന്തോഷത്തിൻ്റെ പേരിലും ഒക്കെ നമ്മൾ പലരും ഏറ്റവും കൂടുതൽ ഇങ്ങനെ പരാതികൾ പറയുന്ന ആൾക്കാരില്ലേ, ആ പരാതികളൊക്കെ തന്നെ പൊക്കോളും. നമുക്ക് ചുറ്റും പോസിറ്റീവ് മാത്രമേ നിറയൂ, നമുക്ക് ചുറ്റും സന്തോഷം മാത്രം നിറയും, നമുക്ക് ചുറ്റും സ്നേഹം മാത്രം നിറയും. നമ്മുടെ കയ്യിലുള്ള സാധനം, അതിലൊക്കെ ഉപരി നമ്മുടെ കയ്യിലുള്ള സാധനം മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ തന്നെ എന്നോട് സംസാരിച്ചാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ റൂമിൽ, എൻ്റെ ഫോണിൽ, എൻ്റെ ക്യാമറയിൽ നോക്കിയെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ എനിക്ക് ലോകത്തോട് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു തിരിച്ചറിവിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.